ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെറായ്ക്ക് ഇന്നലെ PTM ആയിരുന്നു കേട്ടോ, പാരൻറ്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ്. അപ്പോൾ ഞാനായിരുന്നു പോയത്. ടൈം 12:30 to 1:30 ആയിരുന്നു കേട്ടോ. ഇപ്പം സാധാരണ സ്കൂൾ രണ്ടാഴ്ചയായിട്ട് 12:20 ആകുമ്പം വിടും. കാരണം റിപ്പബ്ലിക് ഡേയുടെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുന്നതുകൊണ്ട് പ്രാക്ടീസിനുള്ള പിള്ളേർ സ്കൂളിൽ സ്റ്റേ ബാക്ക് ചെയ്യും, ബാക്കിയുള്ള പിള്ളേർ വീട്ടിലോട്ട് വരും കേട്ടോ. അപ്പം PTMൻ്റെ സമയം, സ്കൂൾ വിടുന്ന സമയം ഏകദേശമൊക്കെ ഒരു ടൈമിലായതുകൊണ്ട് ഞങ്ങൾ പോകാൻ അറിയുമ്പോഴത്തേക്കും സ്കൂൾ വിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും സ്കൂളിലോട്ട് പോകുന്ന ആ ഭാഗവും വഴിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചുള്ള വീഡിയോ ആണേ. അപ്പം ഇതാണ് സ്കൂൾ ഗ്രൗണ്ട് കേട്ടോ. നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് പോലും ഇല്ല, നടക്കാനാണ് 5 മിനിറ്റേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ സ്കൂളിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ നഴ്സറി. അടുത്ത കൊല്ലം ജെയ്ഡിന് ഇവിടെയാണ് നഴ്സറി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എത്തി. സ്കൂൾ വിട്ട സമയവും പാരൻറ്റ്സ് മീറ്റിങ്ങിൻ്റെ സമയവും ഒന്നായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ്. ഇതാണ് കേട്ടോ ആദിത്യ ബിർള പബ്ലിക് സ്കൂൾ, അതായത് ഷിജോ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, സെറ പഠിക്കുന്നതും ഇവിടെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ സെറയുടെ ക്ലാസ്സിലോട്ട് കയറി ചെന്നു. സെറ അവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും, ദീപ എന്ന് പറഞ്ഞ്. അവളുടെ കൂടെയായിരുന്നു കേട്ടോ സെറ. അവളുടെ മോളും എൻ്റെ മോളും ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഒരുമിച്ച്, ഞാൻ ചെല്ലുന്നതിന് മുന്നേ ദീപ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സെറ വന്നു കേട്ടോ. ഞാൻ ദീപൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ക്ലാസ്സിലുണ്ടെന്ന്. അപ്പം ദീപ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ ചെന്നാൽ മേഡം കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും പാരൻസ് എല്ലാം അത്യാവശ്യം വന്ന് പോട്ടെ, കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് സാവധാനം മേഡത്തിനടുത്ത് പോയി സംസാരിച്ചൊക്കെ ഇരിക്കാമെന്നൊക്കെ. മേഡത്തിനും അത്യാവശ്യത്തെ താല്പര്യമൊക്കെയാണ് കേട്ടോ അങ്ങനെ സംസാരിക്കാനും, സെറയുടെ പഠിത്തത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ മേഡം ചോദിക്കും കേട്ടോ. നല്ലൊരു ഫ്രണ്ട്ലിയാണ് മേഡം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു ഇരുന്ന് ശേഷം തിരിച്ചു പോകുന്നു കേട്ടോ. ഒരു 1:45 കഴിഞ്ഞു സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ജെയ്ഡിനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം വീട്ടിലെത്താൻ 5 മിനിറ്റ് മതി. എന്നാലും ജെയ്ഡിനെ കൊണ്ട് ഇറങ്ങിയാൽ 5 എന്നുള്ളത് 10 മിനിറ്റ് ആകും കേട്ടോ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ടൗൺഷിപ്പിലെ ഒരു ചെറിയ ഒരു ഏരിയയാണ് കേട്ടോ ഇത്. മൊത്തത്തോടെയൊക്കെ കാണിക്കണമെങ്കിൽ പല പാട്ടായിട്ടൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ടൗൺഷിപ്പാണ്. ഒരുപാട് ഏരിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സ്ഥിരം ഫ്രൂട്ട്സ് മേടിക്കുന്ന ഈ ഒരു അങ്കിളിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മുടെ എല്ലാ ക്വാർട്ടേഴ്സിൻ്റെ വലിയ ഞങ്ങൾ ഫ്രൂട്ട്സ് കൊണ്ട് വരും. അപ്പോൾ 2 ദിവസമായിട്ട് അങ്ങളിനെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചോദിച്ചു എവിടെയാണ് പോയേ, നിങ്ങളോട് നാട്ടിൽ പോയേക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് സാർ അത് വേണം ഇത് വേണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പഴം മാത്രം മേടിച്ചുള്ളൂ. അപ്പോൾ അങ്കിൾ പറഞ്ഞാൽ ഞാൻ അതിലേ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ മേലെ കയറിയിട്ട് ആട്ട് വീണ്ടും ഇറങ്ങി വരണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ പൈസയൊക്കെ എടുത്താട്ടോ വന്നത്. അത് മേടിച്ച് പാടെ ജെയ്ഡിനത് മൊത്തത്തോടെ മേടിച്ച് കൈ പിടിച്ചു. എന്നെ ഹെൽപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് തോന്നുന്നു കുഞ്ഞ്. ഏതായാലും കനം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ അത് മേടിച്ച് പിടിച്ചു കേട്ടോ. ഈ അറ്റത്തൂടെ മാത്രമേ അവൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചും കണ്ടും വേണം അവൻ്റെ കൂടെ തന്നെ നടന്ന്. പിന്നെ അവനാണെങ്കിൽ ഇരുന്ന് വിശ്രമിച്ച് എല്ലാം കണ്ട് കേട്ടൊക്കെ വരുള്ളൂ കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലും വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും അവന് സൈഡിൽ ഇരുന്നിട്ട് എല്ലാം നിരീക്ഷിക്കും. പ്രത്യേകിച്ച് വണ്ടി ഭയങ്കര ക്രേസാണ് കേട്ടോ വണ്ടിയോട്. ഓട്ടോയാണെങ്കിൽ പറയുകയും വേണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണ് ഓട്ടോറിക്ഷ. അപ്പം നല്ല സൂക്ഷിച്ചൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. സൈഡിലൂടെയൊക്കെ വണ്ടിയൊക്കെ വരുന്നതൊക്കെ നോക്കിയൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ക്വാർട്ടറിൻ്റെ അടുത്തോട്ട് എത്താറായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്തിയേക്കണേ മറക്കാതെ. അങ്ങനെ ഞങ്ങളുടെ ക്വാർട്ടറിൻ്റെ ഈ റോഡൊന്ന് ക്രോസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന, കടൽ പോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു എന്നാ പറയണ്ടേ ടൗൺഷിപ്പാണ് കേട്ടോ. അപ്പം ഒത്തിരി നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ശാന്തമായ അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ ഇവിടെ. നമുക്ക് എന്നാ പറയണ്ടേ ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു ഇടമെന്നൊക്കെ വേണേൽ പറയാം. അപ്പം അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടറിൻ്റെ അടുത്തെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.